നമുക്കൊന്ന് മൂന്നാറിലോട്ട് പോവാം. അവിടെ തണുപ്പല്ല കേട്ടോ, ചൂടാ, എന്തൊരു ചൂട്. മൂന്നാറിൽ പകൽ ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ. അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ അളവ് സൂചിക 8-ൽ എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല വെയിലത്ത് മൂന്നാറിൽ ഇറങ്ങി വെയിൽ കായാൻ നിൽക്കണ്ട. ഓറഞ്ച് അലർട്ടാണ്. അവിടെ അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ പതിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകൾ പുറത്തിറങ്ങുമ്പോൾ വേണ്ടത്ര മുൻകരുതൽ സ്വീകരിക്കണം. അത്യാവശ്യം സൂര്യരശ്മി ഏൽക്കുന്നത് തടയുന്ന സൺസ്ക്രീൻ ലോഷനൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുക. ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പാവം ഈ തേയിലതുള്ളുന്ന മനുഷ്യരെടുത്താണ് നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് സൺസ്ക്രീനൊക്കെ ഇട്ട് ഇറങ്ങണേ പറയുന്ന നമുക്ക് തന്നെ ആ അർത്ഥത്തിൽ അല്ലേ ഒരു നാണമില്ലേ എന്നുള്ളതാണ്. പാവപ്പെട്ട മനുഷ്യരെ പണിയെടുത്താലല്ലേ കാശ് കിട്ടും. രാഹുൽ സുരേഷ് നമുക്കൊപ്പം ഉണ്ട്. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ് രാഹുൽ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അതിശൈത്യത്തെക്കുറിച്ചും 0 ഡിഗ്രിയിലേക്ക് എത്തിയ മൂന്നാറിനെ കുറിച്ചും വർണ്ണിച്ചതാണ്. ഇപ്പൊ നേരെ തിരിച്ചു പറയേണ്ടി വരുന്നു. നല്ല ചൂടാണ് അല്ലേ മൂന്നാറിൽ. എങ്ങനെയുണ്ട്, ചൂടൊക്കെ കൂടി തുടങ്ങിയ രാഹുൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത് അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ തണുത്ത് വിറയ്ക്കുന്ന മൂന്നാറല്ല, ചുട്ട് പൊള്ളുന്ന മൂന്നാറാണ് ഇപ്പോൾ ഉള്ളത്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മാസം മുന്നെയാണ് നമ്മൾ മൂന്നാറിൽ ഈ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകളും ഈ പുല്ലിലും വാഹനത്തിന് മുകളിലൊക്കെ ഐസ് വീണ് കിടക്കുന്ന കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇപ്പോൾ പകൽ സാഹചര്യം എന്ന് പറയുന്നത് UV ഇൻഡെക്സ്, അതായത് UV ഇൻഡെക്സ് 8 എത്തിയിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാത്രി സമയങ്ങളിൽ അത്യാവശ്യം തണുപ്പുണ്ട്, പക്ഷേ പകൽ സമയങ്ങളിൽ നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. പകൽ സമയത്ത് 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഈ സൂര്യതാപം നേരിട്ട് ഏൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് വലിയ കഷ്ടം. അതുകൂടാതെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകളോടും കൃത്യമായ ജാഗ്രത പാലിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകൾ, ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ കയ്യിലൊക്കെ നേരിട്ട് ഈ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീന് അല്ലെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. അതുകൂടാതെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് യാത്ര ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. സൺഗ്ലാസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ UV ഇൻഡെക്സ് 7, മിനിങ്ങാന്ന് UV ഇൻഡെക്സ് 7 ആയിരുന്നു. പക്ഷേ ഇന്നലെ അത് 8-ലേക്ക് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ശക്തമായ ചൂട് തന്നെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ദുരന്ത നിവാരണ റിപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ രാഹുലും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. നല്ല തണുപ്പിന്റെ വാർത്തയും തന്നത് രാഹുലാണ്, നല്ല ചൂടിന്റെ വാർത്തയും തന്നത് രാഹുൽ തന്നെയാണ്. ജീവിതം അങ്ങനെയല്ലേ, തണുപ്പും ചൂടുമൊക്കെ ഉണ്ടാവും. പക്ഷേ അൾട്രാവയലറ്റ് രശ്മികളുണ്ട്, അത് കൂടുതൽ പതിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് നല്ല വെയിൽ വരുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക. തൊഴിൽ സമയം അതനുസരിച്ച് ക്രമീകരിക്കുക. പാവപ്പെട്ട ഈ തൊഴിലാളികളെടുത്ത് സൺസ്ക്രീനും സൺഗ്ലാസും ഒക്കെ വെച്ചിട്ട് വേണം ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നന്നത്തെ വകയ്ക്ക് 450, 650, 750 രൂപയ്ക്ക് വേണ്ടി തേയില തുള്ളുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ്. അവരെ പരിഹസിക്കുന്നു എന്നവർ വിചാരിക്കും. ശരിയാണ്, പാവപ്പെട്ടവർക്ക് എതിരെയാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കേരളത്തിൽ പൊതുവേ പകൽ സമയത്ത് താപനില ഉയർന്നിരിക്കുകയാണ്. നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യമുണ്ട്.